ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞത് പൂനെയിലോട്ടാണ്. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് പൂനെയിൽ പോകാനായിട്ട്. നമ്മുടെ നേരം വെളുത്തു കുറച്ചും കൂടി. ഇപ്പം സമയം 7:30 ആയിട്ടോ. ഗൈസ് നമ്മുടെ അപ്പൂപ്പ വൈബ് അപ്പൂപ്പയാണ്. ഗൈസ് അപ്പൂപ്പ പിണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എത്താറൊക്കെ ആയിട്ടുണ്ട്. Welcome back to my YouTube channel. It's me, Nandus, and you're watching Nandus Tricks. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഞാൻ പാടൂരിലാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ അമ്മുക്കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ട്രാവൽ വ്ളോഗാണെന്ന്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞത് പൂനെയിലോട്ടാണ്. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് പൂനെയിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഞാനും അമ്മുമൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ചെന്നൈ വരെയാണ് മാക്സിമം ട്രെയിനിൽ ദൂരെ പോയിട്ടുള്ളത്. അമ്മൂനും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അപ്പോൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് പോയിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല ട്രെയിനിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് 6:30ക്കാണ് നമുക്ക് ഈവനിങ് 6:30ക്കാണ് നമ്മുടെ ട്രെയിൻ വരാം. ആൻഡ് ഇപ്പോൾ സമയം 3:30 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് പൂനെയിലോട്ടുള്ള ട്രെയിൻ. പൂനെയിൽ എന്തിനാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഞങ്ങൾ പൂനെയിൽ പോയി അടിച്ച് പൊളിക്കാനായിട്ട് പോവാണ്. സോ അതെ, വി ആർ ഓൾ സെറ്റ്. എന്തായാലും 24 hours നമ്മൾ എന്തായാലും ട്രെയിനിലിരിക്കണം. ഇന്ന് 6:30ക്ക് പോയി അവിടെ രാത്രിയാവും എത്താൻ. അപ്പോൾ എന്തായാലും 24 മണിക്കൂർ നമ്മൾ ട്രെയിനിൽ തന്നെ ആയിരിക്കും. സോ അതൊക്കെ നമ്മൾ ഇന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ, അമ്മു, അമ്മൂമ്മ ആൻഡ് അപ്പൂപ്പ, നമ്മൾ 4 പേരാണ് പോകുന്നത്. നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വർഷം പോകാനുള്ള പാക്കേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കിടന്നാലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അനിലെങ്കിലും താഴെ ഉണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എസ്കലേറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ ഞങ്ങളിതൊരു കണ്ടില്ല എസ്കലേറ്റർ. അപ്പോൾ ഈ പെട്ടിയും ചുമന്ന് നമുക്കിങ്ങനെ പോകണ്ടല്ലോ. ഞങ്ങളിവിടെ എവിടെ എസ്കലേറ്റർ കണ്ടില്ല കേട്ടോ. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗായ്സ്, നമ്മളങ്ങനെ അമ്മൂമ്മയെ കണ്ടുമുട്ടിയിരിക്കുന്നു. അമ്മൂമ്മ എസ്കലേറ്ററിലൊക്കെ വന്നു ഗായ്സ്. നമ്മൾ എസ്കലേറ്റർ കണ്ടില്ല. ഞങ്ങൾ പെട്ടിയൊക്കെ നമ്മൾ കുറച്ച് അഡ്വെഞ്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നസിൽ പിടിച്ചു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ജീവിതത്തിൽ ഒരു വട്ടം മാത്രം ഉള്ളൊരു കാര്യമാണ്. ഒരു വട്ടം എനിക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ട്രെയിൻ വരും. ട്രെയിൻ 6:30 ചേച്ചിയുടെ സീറ്റ് വേറെ ബംഗാളിന്റെ. ഓക്കെ ഗായ്സ്, നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വേറെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. 2 എന്താണ്
A few moments later. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്താറായി. ഇവിടെ അനൗൺസ്മെന്റ് വന്നു കേട്ടോ. ഒറ്റപ്പാലം എത്താറായി. ഒറ്റപ്പാലം എത്തി. നമ്മൾ മറ്റേ ട്രെയിനിൻ്റെ ആപ്പിൽ നോക്കി. സോ ഒറ്റപ്പാലം എത്തിയിട്ട് നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് വേഗം അടുത്തത് പാലക്കാട് ജംഗ്ഷനാണ് ഗൈസ്. സോ 10 minutes more. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണം 2 hours in train. ഓക്കെ സോ നോക്കാം. ഇപ്പോൾ വന്ന ട്രെയിൻ നമ്മുടെ ട്രെയിനാണ്. നമ്മൾ വിചാരിച്ചു നമ്മുടെ ആണെന്ന്, പക്ഷെ അതിലുണ്ടായിരുന്നു നമ്പർ തെറ്റായിരുന്നു. അതുപോലെ നമ്മൾ ഇവിടെ AC കോച്ച് വരുന്നില്ല. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ട്രെയിനല്ല. ഇനി നമ്മുടെ ട്രെയിൻ. പിന്നെ ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ മൊത്തം ഇപ്പോൾ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. നമ്മുടെ കുറച്ച് മുമ്പേ വന്നു, പക്ഷേ ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നില്ല. നമ്മൾ വിചാരിച്ചു ഈ ട്രെയിൻ എന്തായാലും അടുത്തത് നമ്മുടെ ട്രെയിനാണ്. ഓക്കെ സോ അതിൽ നമ്മൾ കയറും ഗൈസ്. ട്രെയിനിൽ കയറുന്നൊന്നും കാണിക്കാൻ പറ്റില്ല. യാ കുറേ പെട്ടുണ്ട്. A few moments later. ഗൈസ് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇഡ്ഡലി ആൻഡ് ചമ്മന്തി. നമ്മളങ്ങനെ ട്രെയിനിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ അമ്മു ഗുളികയൊക്കെ എടുക്കണം അപ്പൂപ്പയ്ക്ക്. അപ്പൂപ്പത് എവിടെ ഇരിക്കുന്നുണ്ട് ആൻഡ് അമ്മൂമ്മയും. സോ നമ്മളിനി കിടക്കാനായിട്ടുള്ള തത്രപ്പാടായി. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇരുട്ടാണ് ഇവിടെ. അപ്പോൾ നമ്മളിനി കിടക്കാനായിട്ട് പോവാണ്. ഇത് 3 ടയറാണ്. സോ നമ്മൾ മിഡിലും അമ്മൂമ്മയും അപ്പൂപ്പയും അപ്പുറത്ത് ലോവർ 2 ആൾക്കാർ. ഓക്കെ സോ അങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ചെയ്യാൻ കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അമ്മൂമ്മയും പിടിച്ച് ഞങ്ങൾ വിരിച്ചു. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പുതപ്പ് ഉപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. ഒരു കവറിലാക്കിയിട്ട് തലയാണ് എല്ലാം ഉണ്ട്. സോ ഇനി ഞങ്ങളുടെയും കൂടി ബെഡ് വിരിക്കണം. അപ്പോൾ അപ്പൂപ്പി അമ്മൂമ്മയും ഇപ്പോൾ കിടക്കാൻ പോകണം, ഞങ്ങളിപ്പോൾ കിടക്കാൻ പോകണം. സോ ഇനി നമുക്ക് നാളെ കാണാം അല്ലേ? നമ്മുടെ ഇതൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് നാളെ നമുക്കിനി കാണാം ഗൈസ്. ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, നമ്മൾ കിടക്കുകയാണ് ഗൈസ്. ഉമ്മനെ കാണണ്ട. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ നേരം വെളുത്തു കുറച്ചും കൂടി. ഇപ്പോൾ സമയം 7:30 ആയിട്ടോ. സോ ഞാൻ ഒന്നും കൂടി ഉറങ്ങി. അമ്മു കുറച്ചുകൂടി ഇത്തിരി നേരം ഫോണൊക്കെ നോക്കി അമ്മ വരുന്നു. ഇന്ന് നമുക്ക് പോയി പല്ലേക്കണം ഗൈസ്. ഓക്കെ സോ ഇനി അതാണ് നമ്മുടെ പരിപാടി. അമ്മൂമ്മ അവിടെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കാട്ടോ. ഇന്നലെ നമ്മൾ ഉപയോഗിച്ച് വെച്ച് ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അമ്മൂമ്മ മടക്കാണ്. അങ്ങനെയാണ് നേരം തേക്കണ്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. കർണാടക നമ്മൾ ആന്ധ്ര എത്താറായി. ആന്ധ്ര എത്തിയോ? നമ്മൾ ആന്ധ്ര എത്തി. അപ്പം ഇനി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ നമുക്കിനി പല്ലിച്ചിട്ട് കാണാം അല്ലേ? ഫുഡ് യെസ്. ചപ്പാത്തിയാണ് കേട്ടോ, ചപ്പാത്തി. നമുക്ക് ചമ്മന്തി ആൻഡ് അമ്മൂമ്മയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൂപ്പയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. ചായ ഇവിടെ വന്നു.
ഒന്നുമില്ല. നമ്മൾ ട്രെയിനിൽ ഫുഡൊന്നും മേടിച്ചില്ല, നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് വന്നത്. ആൻഡ് ചായ അങ്ങനത്തെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ലോണം സീനറിയൊക്കെ കാണും കേട്ടോ, നല്ല രസമുണ്ട് കാണാനായി. ഇത് നമ്മുടെ റിലേറ്റീവ്സ് ആണ്, കനക ആൻറ്റി ആൻഡ് അപ്പൂപ്പയുടെ അടുത്തുള്ളത് പ്രകാശ് അങ്കിൾ. സോ ഇവരും നമ്മുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു. അവർ രാവിലെ ആയപ്പോഴാണ് നമ്മൾ കാണാനൊക്കെ വന്നത്. നമ്മൾ അങ്ങോട്ടും പോയിരുന്നു. അവരുടെ കോച്ച് വ്യത്യാസമുണ്ട്. അവരുടെ കോച്ച് A1-ലായിരുന്നു, നമ്മുടെ B3-ലായിരുന്നു. ഇത് കനക ആൻറ്റിയുടെ ഹസ്ബൻഡ് വേണു അങ്കിളാണേ. ഞാനും അമ്മുവും അങ്ങനെ ഒന്ന് A1-ലുള്ള കോച്ചിലൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് കനക ആൻറ്റിയുടെ ഒപ്പം A1-ലേക്ക് വന്നു. അവിടെ പോയപ്പോൾ കുറച്ചും കൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മുടെ B3-നേക്കാളും കുറച്ചുകൂടി തണുപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുൾ കർട്ടൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ 2 ടയറും കൂടിയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ രാത്രി എത്തും. അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഭയങ്കര വെയിലാണ് ഇവിടെ. മഴയാണെന്നാണ് പറയുന്നത്, അറിയില്ല, നോക്കാം. ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുതപ്പും വിരിപ്പും ഒക്കെ കിട്ടും. പുതപ്പും വിരിപ്പൊന്നും നമുക്ക് AC-യിൽ ചുമന്നുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. മറ്റവിടെ എനിക്ക് അങ്ങനെ കിട്ടും തോന്നുന്നില്ല. AC ആയതുകൊണ്ടാണ് പുതപ്പ്, വിരിപ്പ്, പിന്നെ ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഏതായാലും തണുപ്പ് അധികം അറിഞ്ഞില്ല. നമ്മൾ നല്ലോണം ഉറങ്ങി. ഞാൻ എണീക്കുന്നത് 4 മണിക്കാണ്. പിന്നെ രാത്രി 9:30 കിടന്നിട്ട് അപ്പൂപ്പടെ അലാറം അടിച്ചപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഓക്കെ, സോ ഉറങ്ങാനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ ഇങ്ങനെ ആവുന്നുള്ളൂ. അത് പക്ഷെ ഒരു വൈബ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കയറിയപ്പോൾ അത്ര കുളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ AC-യിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. രാവിലെ ഒരു 4 മണി എണീറ്റ് കഴിഞ്ഞപ്പോൾ ബ്ലാങ്കറ്റിന് പുറത്ത് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഓക്കെ, നോർമലായി. ഐ മീൻ ഒരുപാട് ചൂട് എടുക്കണില്ല, എന്നാൽ ഒരുപാട് തണുപ്പില്ല. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് മാത്രം വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ടോയ്ലറ്റ് ഇത്തിരി വൃത്തിക്കുറവ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഗൈസ്, ഓരോരുത്തരും ഉപയോഗിക്കുമ്പോൾ അവർ തന്നെ അത് സ്വയം നമ്മൾ വാട്ടർ ഫ്ലഷ് ചെയ്യണമെങ്കിൽ ഫ്ലഷ് ചെയ്യുക, പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുക, എന്നാൽ മാത്രമേ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുള്ളൂ. പിന്നെ അവർ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും ടോയ്ലറ്റ് അത്ര ഒരു ഇതില്ല. ട്രെയിനിൽ വന്നിട്ട് എത്ര, ഒരു 10-ൽ നീ എത്ര കൊടുക്കും റേറ്റിംഗ്? ഞാനൊരു 7-8 ആ റേഞ്ച് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഇതാണ് അഭിപ്രായം. അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ AC-യിലൊക്കെ പോയി, ഞങ്ങൾ ആദ്യമായിട്ടോട്ടെ AC-യിൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര പോകുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ പിന്നെ ഇത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ കമൻറ്റിൽ പറയാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇങ്ങനെ സീനറിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ചീട്ടൊക്കെ കളിച്ചിരിക്കും. നമ്മൾ ചീട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളിക്കാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. അമ്മൂമ്മി അപ്പൂപ്പയും ചീട്ട് കളിക്കാനില്ല. സോ നമ്മൾ എന്തേലും കൂടെ ജയിക്കത്തുള്ളൂ. വെറുതെ കളിക്കാം. മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകും. സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ഗൈസ്, നമ്മുടെ അപ്പൂപ്പ വൈബ് അപ്പൂപ്പയാണ്. ഗൈസ്, ഇവിടെ ആരും ഇല്ല കേട്ടോ, നമ്മുടെ ഇപ്പുറത്തെ സീറ്റാണേ. ഇവിടെ ആരുമില്ല, ഇവിടുത്തെ എല്ലാവരും.
അപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ചായ നല്ല ചായയാണ്. എങ്ങനെയുണ്ട് യാത്ര? യാത്ര ഈ കമ്പിളി ഭയങ്കര കട്ടി. അങ്ങനെ കിടന്നോ നോക്ക്. ഓക്കെ, നമ്മളിപ്പോ എവിടെയോ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പൊ പിണങ്ങിയിരിക്കുകയാണ്. അമ്മൂമ്മ എവിടെ കണ്ട അപ്പൊ പിണങ്ങി. എന്ത് ചെയ്യാന്നൊക്കെ അറിയില്ല. അമ്മൂമ്മ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മൂമ്മ ഫോൺ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അപ്പൂപ്പയ്ക്ക് ആ സ്റ്റേഷനിൽ ഇറങ്ങി ചുറ്റി നടക്കാൻ പറ്റില്ല. ഇന്ത്യയാണെങ്കിൽ അപ്പൂപ്പ എന്താ വീഡിയോ എടുക്കുന്നത് അപ്പൂപ്പയ്ക്ക് അത്ര ഇപ്പം ഇഷ്ടമാവുന്നില്ല. ബിക്കോസ് അപ്പൂ വിചാരിക്കുന്നത് എല്ലാവരും കാണുമ്പോൾ എന്തൊക്കെ വിചാരിക്കുന്നതാണ് അപ്പൂപ്പ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതാണ്. നമുക്കിപ്പോൾ ഈ മാങ്ങ കഴിക്കണം. കണ്ടോ, എൻ്റെ മാങ്ങ ഇതാണ്. എൻ്റെ മാങ്ങ. എൻ്റെ ഇത്തിരി വലിയ മാങ്ങയാണ്. എൻ്റെ തട്ടിപ്പൊളിച്ചെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നല്ല മണമുണ്ട്. പക്ഷേ കത്തിയില്ല എന്നുള്ളതാണ് വേറൊരു കടിച്ച് തിന്നാൻ അമ്മൂമ്മ അപ്പൂപ്പയും സമ്മതിക്കില്ല. ബിക്കോസ് അവർക്ക് മാങ്ങ വേണം, 2 മാങ്ങയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടിച്ച് തിന്നാൽ അവർക്ക് മാങ്ങ കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അവർ കത്തി കിട്ടട്ടെ എന്നിട്ട് മുറിക്കാന്ന് പറയുന്നത്. അല്ലേ അമ്മൂമ്മ? അതെ, ചിരി കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അതാണ് കാര്യം. A few moments later. ഉറക്കൊക്കെ വരാൻ തുടങ്ങി കുറച്ച്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അപ്പൂപ്പത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അമ്മൂമ്മത് അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നമ്മൾ രണ്ടുപേരും മാത്രം ഫോൺ നോക്കിയിരിക്കുകയാണ്. സിനിമ കണ്ടോണ്ടിരിക്കുക. വോളിയം എന്താണെന്നറിയോ? ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ ഞാൻ പോയി സിനിമ കാണാം. സോ ദേ നേരൊക്കെ ഇരുട്ടി തുടങ്ങി. സമയം 7 മണിയായി ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിരുന്നു. നമ്മൾ 24 hours അല്ല ട്രെയിനിൽ, അതിനും കൂടുതൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കയറിയ സമയമായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇതേ സമയത്താണ്, രാത്രി മീൻസ് 7 മണിക്ക് 6:50 ഞങ്ങൾ കയറിയത്. സോ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കുറച്ച് നേരം കൂടി ഇനി ട്രെയിനിൽ ഉണ്ടാവുള്ളൂ. ഒരു 9 മണിയാകുമ്പോഴത്തേനും ഇനിയൊരു കഷ്ടിച്ചൊരു 2 മണിക്കൂർ. നമ്മൾ മാങ്ങയൊക്കെ മുറിച്ച് കഴിച്ചു കേട്ടോ. അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മെസ്സി ആയിരുന്നു. വീടെടുക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. ഏകദേശം ഇനി ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട്. ഓക്കെ, സോ നല്ല ക്ഷീണം പോലെ ഉണ്ട്, പക്ഷെ വലിയ ക്ഷീണം. ബസ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുപ്പ് കൂട്ടി തോന്നുന്നു. തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റൊക്കെ പുതച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ബസ്സിൽ വരുന്നേക്കാളും നല്ലത് എന്തുകൊണ്ടും ട്രെയിൻ തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഒരുപാട് ക്ഷീണം അറിയില്ല. ബസ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണം. എനിക്ക് ബസ്സൊന്നും ഒട്ടും ഇഷ്ടമല്ല, ഇങ്ങനെ കുറേ ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ്. സോ ഈ ട്രെയിൻ ആകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ക്ഷീണം അറിയില്ല. നമ്മൾ കുറേ അവർ കയറും ഇറങ്ങും. പിന്നെ അവിടെ കിടക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ട്രെയിനിൽ കിടക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് വലിയ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടെടുത്ത് ഇനി പൂനെ എത്തുമ്പോഴാണ് വേറൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഗൈസ്. നമുക്കറിയില്ല എങ്ങനെയാണ്. എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല, പൂനെയിൽ സിറ്റി ലൈഫ് എങ്ങനെയുണ്ടാവും എന്നറിയില്ല. സോ അതൊക്കെ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പൂനെയിൽ പോയിട്ട് അതിനെ അറിയുള്ളൂ എങ്ങനെയൊക്കെയാണ് സ്ഥിതി. അവിടെ മഴയുണ്ടോ, വെയിലാണോ, ചൂടാണോ ഒന്നും നമുക്കറിയത്തില്ല. അവർ ഒരു വൈകുന്നേരം ആയപ്പോൾ തൊട്ട് പറയുന്നത് അവിടെ നല്ല മഴയാണെന്നാണ്. പക്ഷെ ഇപ്പം ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് അല്ലേ. സോ അങ്ങനെയൊക്കെയാണ്. ഇത് അപ്പൂപ്പ അവിടെ എന്തോ എടുത്തോണ്ടിരിച്ച ചിപ്സ് എടുത്ത് തിന്നു. ഗൈസ്, നമ്മളങ്ങനെ എത്താറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മുടിയൊക്കെ കെട്ടി. ഓക്കെ, അമ്മൂമ്മ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഓക്കെ ഗൈസ്, അപ്പം അമ്മൂടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെട്ടികൾ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടികളൊക്കെ എടുത്തു.
അങ്ങനത്തെ നമ്മുടെ 1 2 3 4 5 പിന്നെ അവിടെ ഒരു ബാഗിൻ്റെ 6 പെട്ടി. അങ്ങനെ നമ്മുടെ പൂനെയിലെത്തിയേ. സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ യാത്ര അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അമ്മ ഇടയ്ക്ക് വീണു, അതിൻ്റെയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പൂനെ എത്തി. നമ്മളിനി ലഗേജസ് ഒക്കെ ഇറക്കട്ടെ. ഞാൻ ബാഗ് തൂക്കി. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് പ്രിയ വല്യമ്മ, രവി വല്യച്ഛൻ, പ്രവീൺ മാമ, പിന്നെ ബാലമുത്തച്ഛ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ യാത്രയൊക്കെ ഞാൻ എസ്കലേറ്ററിൽ വന്നു, ഇവള് സ്റ്റെപ്പിലാ വന്നത്. ഞാനിനി അപ്പൂപ്പയും വരില്ല വിളിച്ചിട്ട് അമ്മൂമ്മ എനിക്ക് ചെറിയ പേടി. അല്ല, അവൾക്ക് പേടിയുണ്ട്. അമ്മൂമ്മ സ്റ്റെപ്പ്, അപ്പൂപ്പ വന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പെട്ടികളൊക്കെ ഒതുക്കി വെക്കുന്ന രംഗമാണ്. 2 കാറും ഉണ്ട്, ഇഷ്ടംപോലെ പെട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും അംഗസംഖ്യ കൂടുതലുള്ളത് പെട്ടികൾക്കാണെന്ന്. സോ പെട്ടികളൊക്കെ എങ്ങനെ വെക്കുന്നതായിരുന്നു കൺഫ്യൂഷൻ. അങ്ങനെ എല്ലാം എന്തായാലും ഒതുങ്ങി കേട്ടോ, 2 കാറിലായിട്ട് ഒതുങ്ങി. സോ അങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മു നമ്മളെങ്ങനെ പൂനെയിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അങ്ങനെ ഹോട്ടൽ റൂമെത്തി. റൂമല്ല, ഇത് റൂമല്ല, ഹോട്ടലെത്തി. അമ്മൂമ്മയുടെ എപ്പോഴും എന്താണ് അപ്പൂപ്പ ആലോചിക്കുന്നത്? എന്താ ആലോചിക്കുന്നത്? നമുക്ക് ഫ്രണ്ടിൽ പോകാം. ഹായ് ബാലമുത്തച്ഛ. നമ്മളങ്ങനെ റൂമിലെത്തി ഗൈസ്. ഫൈനലി സമയം ഇപ്പോൾ 11 മണിയായി. ഓക്കെ, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. അതല്ല, ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നാളെ നമ്മൾ എണീറ്റ് ഫ്രഷ് ആവും ഗൈസ്. ഇന്ന് നമ്മൾ ഫുൾ ട്രെയിനിലായിരുന്നു. അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. സോ നാളെ എന്തിനാണ് നമ്മൾ പൂനെക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. Till then, it's me, Anand, signing out. Bye.